അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നെഞ്ചിടിപ്പ് കൂട്ടി ചൈനയിൽ നിന്ന് അത്യാധുനിക മിസൈലുകൾ വാങ്ങി ഇറാൻ. തങ്ങളുടെ പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് നീക്കം. തോളിൽ വെച്ച് തൊടുക്കാവുന്ന ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ മിസൈൽ ലോഞ്ചറുകൾ അടുത്ത ആഴ്ചകളിൽ തന്നെ ഇറാനിൽ എത്തുമെന്നാണ് വിവരം. ഏകദേശം 60 മുതൽ 70 മില്യൺ ഡോളർ വരെ വിലമതിക്കുന്നതാണ് ഈ സൈനിക കരാർ എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. QW-12, FN-60 എന്നീ ചൈനീസ് ആയുധങ്ങളാണ് വാങ്ങുന്നത്. 300 മുതൽ 400 വരെ തോളിൽ വെച്ച് തൊടുക്കാവുന്ന മിസൈൽ ലോഞ്ചറുകളാണ് ആദ്യഘട്ടത്തിൽ ഇറാൻ വാങ്ങുന്നത് എന്നാണ് വിവരം. US-ഉം ഇസ്രയേലും ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ സുരക്ഷയിൽ വിള്ളലുകൾ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ ഹ്രസ്വദൂര വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്താൻ ഇറാൻ ശ്രമിക്കുന്നത്. ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഷോങ്യോങ് ബഷാങ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന കമ്പനിയാണ് ചൈനയ്ക്കും ഇറാനും തമ്മിലുള്ള ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ചൈനയിലെ ഉറുങ്കിയിൽ നിന്ന് വിമാനമാർഗം പാകിസ്ഥാൻ വഴി ഇറാനിലേക്ക് മിസൈലുകൾ എത്തിക്കാനാണ് നിലവിലെ പദ്ധതി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം വാർത്തകൾ ചൈനയും പാകിസ്ഥാനും നിഷേധിച്ചിട്ടുണ്ട്. വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുകയായിരുന്നു. തങ്ങൾ സമാധാനം പ്രോത്സാഹിപ്പിക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നതെന്നാണ് ചൈനയുടെ നിലപാട്. ഇറാനിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതിൽ പങ്കുണ്ടെന്ന വാർത്തകൾ പാകിസ്ഥാൻ സൈന്യവും നിഷേധിച്ചു. ഇത്തരം റിപ്പോർട്ടുകൾ കെട്ടിച്ചമച്ചതെന്നാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായി അറിയിച്ചത്. എന്നാൽ ഇതൊരു രഹസ്യ നീക്കമായിരുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഏപ്രിൽ മുതൽ വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ചൈനയുമായുള്ള സൈനിക ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനാണ് ഇറാന്റെ നീക്കമെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. അതേസമയം ഇറാനുമായുള്ള പുതിയ സൈനിക പോരാട്ടങ്ങളിൽ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്ത അമേരിക്കൻ സൈനികരുടെ കണക്കുകൾ രേഖപ്പെടുത്താൻ പുതിയ സംവിധാനം ഏർപ്പെടുത്തി പെന്റഗൺ. ഇറാനെതിരായ സൈനിക നീക്കമായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി അവസാനിച്ചതിനാലാണ് ഓവർസീസ് ഓപ്പറേഷൻ എന്ന പേരിൽ പുതിയ വിഭാഗം രൂപീകരിച്ചത്. ഡിഫൻസ് കാഷ്വാലിറ്റി അനലൈസ് സിസ്റ്റം അഥവാ DCS എന്ന പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഇറാനുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട 4 സൈനികരെയും പരിക്കേറ്റ നിരവധി പേരെയും ഔദ്യോഗിക കണക്കുകളിൽ നിന്ന് മാറ്റി പുതിയ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയിലെയും പുതിയ വിഭാഗത്തിലെയും കണക്കുകൾ പ്രകാരം ആകെ 642 അമേരിക്കൻ സൈനികർക്കാണ് ഇതുവരെ പരിക്കേറ്റിട്ടുള്ളത്. പെന്റഗണിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി അവസാനിച്ചതിനാലാണ് പുതിയ ആക്രമണങ്ങളിലെ നാശനഷ്ടങ്ങൾ പുതിയ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ സൈന്യം തീരുമാനിച്ചതെന്ന് ഒരു പെന്റഗൺ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. എന്നാൽ ഓപ്പറേഷൻ ഔദ്യോഗികമായി അവസാനിപ്പിച്ച തീയതി വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ലക്ഷ്യമിട്ട് 2 ആഴ്ചയോളം അമേരിക്കൻ സൈന്യം ഇറാനിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതിനു മറുപടിയായി അമേരിക്കൻ സൈന്യമുള്ള അയൽ രാജ്യങ്ങളിൽ ഇറാനും തിരിച്ചടിച്ചു. ഇതോടെ അമേരിക്കൻ സൈനികർക്കുണ്ടായ ആഘാതം കൃത്യമായി വിലയിരുത്തുന്നതിൽ വലിയ ആശയക്കുഴപ്പമാണ് നിലനിൽക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.